ദേവീദേവന്മാർക്ക് നൈവേദ്യം വിളമ്പുന്ന 40 കുരുളി ഒരു പ്രാവശ്യം 4 വർഷത്തിന് മുമ്പ് 3 വർഷത്തിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു. പിന്നെ ഈ അമ്പലത്തിന്റെ വാതിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ച നടത്തുന്ന മണി, അതിനു വേണ്ടി സങ്കല്പിച്ച് കെട്ടുന്ന മണി ഉണ്ടായിരുന്നു, നേർച്ച മണി. ആ മണി ഈ ഒരു സുപ്രഭാതത്തിൽ ഒരെണ്ണമില്ലാതെ നഷ്ടപ്പെട്ടു. നമസ്കാരമുണ്ട്. നമസ്കാരം. അമ്മയുടെ പേര്? എൻ്റെ പേര് ശാന്തമ്മ. അമ്മയുടെ പേര്? ലളിതമ്മ. അമ്മ, നമ്മുടെ വലിയ വീട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 31-ാം തീയതി നടയടച്ച് പോയി 1-ാം തീയതി രാവിലെ വെളുപ്പിന് നമ്മുടെ ക്ഷേത്ര ശാന്തി ഇവിടെ വന്ന് അഭിഷേകം മാറ്റുന്ന ആ സമയത്താണ് അമ്മയുടെ മാല നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യപ്പെടുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് പറയാനുള്ളത്? ഇന്നുവരെ ഇല്ലാത്ത ഒരു ചരിത്രമാണത്. അമ്മയുടെ ഇതിന് ശ്രീകോവിലിനകത്ത് കയറിയ ഒരു മോഷണം നടന്നിട്ടില്ല. പുറത്തൊക്കെ ഓരോ കാര്യങ്ങൾ അല്ലറ ചില്ലറ പോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് കയറി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ആരായവരാണെന്നൊന്നും നമുക്കറിയാൻ വയ്യ. കാരണം ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പ്രധാനി എന്ന് പറഞ്ഞാൽ ഇത് ട്രസ്റ്റാണ് നടത്തുന്നത്. ഈ ട്രസ്റ്റിലെ ട്രഷററാണ് ഞാൻ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞാനാണ്. എങ്കിൽ കൂടി നമ്മൾ ഇവിടെ അങ്ങ് താമസമില്ല. അമ്മയൊക്കെ എവിടെ താമസം? തോട്ടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എന്നാലും ഒരാഴ്ച 2-3 പ്രാവശ്യം നമ്മൾ വന്നു പോവുകയാണ്. ഇവിടെ നടക്കുന്ന പ്രധാന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കുന്നു കൃത്യമായിട്ടും. കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം ടെലിഫോണിൽ കൂടെ ശാന്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ട്. അമ്മ, അതുപോലെ തന്നെ നമ്മുടെ തെക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിവരം അറിയിക്കുകയും അതോടനുബന്ധിച്ച് പോലീസുകാരിവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തുടർ നടപടികൾ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ആങ്ങളമാർ 2 പേരാണ് ഇവിടെ പോലീസ് വന്നപ്പോഴത്തേക്ക് വന്നത്. അപ്പം വിവരം ഒന്നും തന്നെ അറിയാനത്തില്ല. ഡോഗ് സ്ക്വാഡും ഒക്കെ ഉണ്ടായിരുന്നു. മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഡോഗിന് അങ്ങോട്ടും പോകാനായിട്ടൊത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഒരു മൊബൈലും തോർത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്ത് അത് മോഷ്ടാവിന്റെ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള മൊബൈലും തോർത്തുമാണ് കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ദേവീദേവന്മാർക്ക് ഒരു ശക്തി ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കും അത് തന്നെ ദേവി അത് എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ശേഷിയായിട്ട് വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മോഷ്ടാവ് കൊണ്ടുപോയി എന്നുള്ളതും ആ മോഷ്ടാവിൻ്റെതാണെന്നുള്ള തോന്നലിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് പോലീസും മറ്റുള്ളതും എല്ലാം അറിയുകയോ അവർ കൊണ്ടുപോവുകയും ചെയ്യും. എൻ്റെ തുടർ നടപടി നടക്കുകയാണ്. അമ്മ, അതോടൊപ്പം തന്നെ ഇതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഉരുളിയും അതോടൊപ്പം തന്നെ മണിയൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് ഇങ്ങനെ 40 നേദ്യ ഉരുളി, ദേവീദേവന്മാർക്ക് നൈവേദ്യം വിളമ്പുന്ന 40 കുരുളി ഒരു പ്രാവശ്യം 4 വർഷത്തിന് മുമ്പ് 3 വർഷത്തിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു. പിന്നെ ഈ അമ്പലത്തിന്റെ വാതിലിൽ കുട്ടികളുണ്ടാകാത്ത ആൾക്കാർ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ച നടത്തുന്ന മണി, അതിനു വേണ്ടി സങ്കല്പിച്ച് കെട്ടുന്ന മണി ഉണ്ടായിരുന്നു, നേർച്ച മണി. ആ മണി ഈ ഒരു സുപ്രഭാതത്തിൽ ഒരെണ്ണമില്ലാതെ നഷ്ടപ്പെട്ടു. 100 കണക്കിന് മണി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടുപോയി ഈ ഉള്ളി നഷ്ടപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും അത് പറയാം. കഴിഞ്ഞ ദിവസം നടന്നത് കൂടെ കൂട്ടി ഏതാണ്ട് 3ാമത്തെ തവണയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഒരു മോഷണം നടക്കുന്നത്. 1 പിഴച്ചാൽ 3. ആ 3ാമത്തേന് ഈ മോഷ്ടാവ് ആരാണെന്ന് ദേവി തന്നെ തെളിയിക്കട്ടെ എന്നാണ് അമ്മയുടെയൊക്കെ പ്രാർത്ഥന, അല്ലേ? സന്തോഷമാണ്.